ഏത് പൊസിഷനിൽ കളിപ്പിച്ചാലും തൻ്റെ 100% നൽകി ടീമിനെ വിജയത്തിലെത്തിക്കുന്ന ഒരു ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുതന്നെയാണ് കളിക്കളത്തിലും പുറത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിനീത്, സ്വാഗതം. എങ്ങനെയാണ് ഈ വേഴ്സറ്റാലിറ്റി നിലനിർത്തുന്നത്? ഇവിടെ ഇറങ്ങിയാൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അത് എത്രത്തോളം വേഴ്സറ്റൈലാണ്, എത്രത്തോളം ഗ്ലാമർ ഉണ്ട് എന്നുള്ളതൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മൾ എത്രത്തോളം നമുക്ക് ഈ പറയുന്ന പോലെ ടീമിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. അത് പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. അപ്പോൾ ട്രൈ ചെയ്തു, അതിൻ്റെ റിസൾട്ട് കിട്ടൂ. ഒറ്റ ഗോളും ഞാൻ പ്ലാൻ ചെയ്ത് അടിച്ചതല്ല, അതൊക്കെ അങ്ങനെ നടന്നു പോകുന്നു എന്നുള്ളതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ഇപ്പോഴും താങ്കളോട് ചോദിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. എന്നാണ് കളിക്കളത്തിലേക്ക് തിരിച്ചു വരുന്നത്? എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയുന്നതാണ്, ഞാൻ പണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നുണ്ടായിരുന്നു 28-30 അല്ല ഇപ്പം എൻ്റെ വയസ്സ്. എനിക്ക് 10-38 വയസ്സായി. സോ കളി നിർത്തേണ്ട പ്രായമായി സത്യം പറഞ്ഞാൽ. ഇപ്പോൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ നിശ്ചലിനെ കഴിഞ്ഞ കുറച്ച് കളികളിലായിട്ട് കണ്ണൂർ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതാണോ ഒരു പുതിയ മേഖല? എൻ്റെ ഫുട്ബോൾ കരിയറിൻ്റെ കൂടെ തന്നെ വളർന്നു വന്ന ഒരു സാധനമാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഇപ്പം ഫുട്ബോൾ നിർത്താനാകുമ്പോൾ ഫോട്ടോഗ്രാഫിക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും ഇഷ്ടം വൈൽഡ് ലൈഫാണ്. ഇപ്പം നമ്മൾ കർണാടകയൊക്കെ അടച്ചിട്ടതുകൊണ്ടാണ് ഇവിടെ നമ്മളെ ഗ്രൗണ്ടിലൂടെ കാണുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ മാറ്റം. ഞങ്ങൾ യാത്ര ചെയ്തത് ആക്ച്വലി ഞങ്ങൾ അക്കാദമികൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 40 ലൊക്കേഷൻസ് ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. ഇനി മെല്ലെ അതിൻ്റെ ഫണ്ട് ആവുന്നതനുസരിച്ച് മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫുട്ബോളിൽ നിന്ന് കിട്ടിയത് ഫുട്ബോളിന് തിരിച്ചു കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന എന്താ പറയുക, ഇപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരുന്നതൊക്കെ ഈ പറയുന്ന ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ. അത് ഞാൻ ഫുട്ബോൾ കളിച്ചതാണ്. ആ ഫുട്ബോൾ എനിക്ക് തന്ന സാധനം അതാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. ഞാൻ ഒറ്റക്കല്ല, റിനോ ഉണ്ട്, അനസ് ഉണ്ട്, പ്രതിഭട്ടനുണ്ട്, റാഫിച്ച് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് ഈ പറയുന്ന അക്കാദമികൾ നടത്തുന്നതും. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിനീതിനെ കുറിച്ചൊരു പെർസെപ്ഷൻ ഉണ്ട്, വെട്ടൊന്ന് മുറി രണ്ട്. ഇല്ല, ഞാൻ ആൾക്കാർ എന്നെ പറ്റി എന്ത് വിചാരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാറില്ല. ഞാനത് ആഗ്രഹിക്കലുമില്ല. ഇന്റർവ്യൂ ഫിനിഷ് കർണേ മുझे आ रहा हूं तेरे पास. അപ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കുന്നു എന്ന് നോക്കിയിട്ട് ഞാൻ സംസാരിക്കാറില്ല സത്യം പറഞ്ഞാൽ. അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക, എനിക്ക് ശരിയെന്ന് തോന്നുന്ന സാധനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ആർക്ക് എന്തൊരു സാഹചര്യത്തിലും ഏതൊരു റോളിലും നമ്മൾ കോവിഡ് സമയത്തും കണ്ടു എല്ലാവരെ സഹായിക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങുന്ന ഒരാളാണ്. അപ്പം എങ്ങനെയാണ് ഇത് ഒരു എന്താ പറയുക, സ്പോട്ട്ലൈറ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ താഴേക്കടയിലേക്ക് ഇറങ്ങി മറ്റുള്ളവർക്ക് വേണ്ടി ഏത് സഹായവും ചെയ്യാൻ റെഡിയായിട്ട് അങ്ങനെ ഇറങ്ങുന്നത് എങ്ങനെയാണ്? ആ ഒരു മെൻറ്റാലിറ്റി എനിക്ക് കിട്ടിയ പ്രിവിലേജ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ കളിച്ചതുകൊണ്ട് കിട്ടുന്ന പ്രിവിലേജ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും കാണാം. അതാണ് ഈ സ്പോട്ട്ലൈറ്റ് എന്ന് പറയുന്നത്. അല്ല, അതെല്ലാം ഭയങ്കര നോർമലാണ്, എല്ലാ ആൾക്കാരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. അവരെ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതായിരിക്കും ചിലപ്പോൾ മാറ്റം. എത്ര വലിയ സ്പോട്ട്ലൈറ്റ് ഉണ്ടെങ്കിലും അതെങ്ങനെ മാറ്റണമെന്നാണ് വിനീത് കാണിച്ചു തന്നെ. ഈ ഒരു എളിമയും ഈ ഒരു സഹായ മനോഭാവം തന്നെയാണ് വിനീത് നിങ്ങളെ വ്യത്യസ്തനാക്കുന്നത്. എളിമയെന്നല്ല, ഞാനുള്ള കാര്യം പറഞ്ഞതാണ്. എനിക്ക് അത്ര എളിമയില്ല ആളല്ല. നിങ്ങൾ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് ചോദിക്കണം. ഞാൻ എൻ്റെ അത്ര അലവലാതി വേറെ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും വിനീത്, താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്.